All, I'm Alfie Elizabeth Joseph, Assistant Professor Tripoli Department SNIT Adur. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ബിടെക് SI ട്രിപ്പിൾ സ്റ്റുഡൻസിന്റെ ഫാക്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 4ന്റെ റിവിഷനാണ്. So this is the syllabus for module 4 and last section അല്ലെങ്കിൽ last revision നമ്മൾ വോൾട്ടേജും ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഫേസ് ആംഗിൾ റെഗുലേറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. And the objective is control of real power flow by phase angle regulator. V1 V2 sin delta by x. അപ്പോൾ V1 നെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ x നെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റനെ കൺട്രോൾ ചെയ്യാം. എന്തിനാ? പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് ഫാക്ടേഴ്സിൽ ഏതെങ്കിലും കൺട്രോൾ ചെയ്യാം, പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ സീരീസ് കോമ്പൻസേഷൻ ഉപയോഗിച്ചപ്പോൾ നമ്മളൊരു കപ്പാസിറ്റർ ഇൻ സീരീസ് ചെയ്യുമ്പോൾ ഒന്ന് എഫക്റ്റീവ് ഇമ്പിഡൻസ് കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ഇമ്പിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് വാസ് ഹൈലി എഫക്റ്റീവ് ബൈ മീൻസ് ഓഫ് പവർ ഫ്ലോ ഇൻ ദ ലൈൻ ആസ് വെൽ ആസ് ഇംപ്രൂവിംഗ് ദ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ ഓഫ് ദ പവർ സിസ്റ്റം. അപ്പോൾ പവർ ഫ്ലോ കൺട്രോളിൽ സീരീസ് റിയാക്റ്റീവ് കോമ്പൻസേഷൻ അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ ചില ആപ്ലിക്കേഷന് ഇത് അപ്ലൈ ചെയ്യാൻ പോസിബിൾ അല്ല പ്രാക്ടിക്കലി. സീരീസ് കോമ്പൻസേഷൻ്റെ കേസ് പറയുകയാണ്, അതേപോലെ കൺട്രോൾ ഓഫ് റിയൽ ആൻഡ് റിയാക്റ്റീവ് ലൂപ്പ് ഫ്ലോസ് അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസിനെ എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ ഓഫ് പവർ യൂസിങ് ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ് പറ്റും. സോ ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജും പവർ കൺട്രോളും പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ these along with a fast electric control, it can be extended to handle dynamic system events like oscillation faults, subsynchronous reactance, etc. To this, the voltage and phase angle regulators have the capability to exchange real power. Phase angle regulation, the basic concept എന്ന് പറഞ്ഞാൽ എന്താ? It is the addition of a voltage that is in phase or in quadrature with the terminal voltage. ഇപ്പോൾ ബസ് വോൾട്ടേജുമായിട്ട് ഇൻ ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ഉള്ള ഒരു വോൾട്ടേജിനെ ആഡ് ചെയ്യുന്ന വഴി നമുക്ക് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെയും അതേപോലെ അതിന്റെ ഫേസ് ആംഗിളിനെയും ഡിസൈഡ് വാല്യൂവിലോട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കണ്ടതായിരുന്നു, 3 ഫേസിൽ VA VB VC ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡെൽറ്റ VA കമ്പോണൻറ്റ് ആഡ് ചെയ്യുകയാണ്, ഇൻ ഫേസ് കമ്പോണൻറ്റ്. ലൈൻ ബിയിലാണെങ്കിൽ VBയുടെ കൂടെ ഡെൽറ്റ VB ആഡ് ആവുന്നു, ലൈൻ സിയിലാണെങ്കിൽ ഡെൽറ്റ VC ആഡ് ആവുന്നു. സോ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറയുവാണെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വോൾട്ടേജും അതേപോലെ ഫേസ് ആംഗിളും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എപ്പോഴൊക്കെ റിയൽ പവർ ട്രാൻസ്മിഷൻ വർധനവുണ്ടോ അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ജനറേറ്ററിൻ്റെ ഒക്കെ കേസിൽ. സോ അതേപോലെ ട്രാൻസ്മിഷൻ ലൈനിൽ വോൾട്ടേജ് വേരിയേഷൻ കൂടും. അപ്പോൾ റിയൽ പവർ ട്രാൻസ്മിഷൻ കൂടുമ്പോൾ അവിടെ റിയാക്റ്റീവ് പവർ ഡിമാൻഡും കൂടുന്നുണ്ട്, അതേപോലെ വോൾട്ടേജ് വേരിയേഷൻ ട്രാൻസ്മിഷൻ ലൈനിലുള്ള വോൾട്ടേജ് വേരിയേഷനും കൂടും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഷണ്ട് കോമ്പൻസേഷൻ എംപ്ലോയ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ റിയാക്റ്റീവ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കൺട്രോൾ റിയാക്റ്റീവ് ഷണ്ട് കോമ്പൻസേഷൻ ഈസ് ഹൈലി എഫക്റ്റീവ് in maintaining the desired voltage profile along the transmission line in spite of changing real power demand. ഇപ്പോൾ റിയൽ പവർ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാകും, എങ്കിലും അവിടെ ഒരു കൺട്രോൾഡ് ഷണ്ട് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഡിസൈഡ് വോൾട്ടേജ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എംപ്ലോയിങ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചസ്. ഇപ്പോൾ ടാപ്പിനെ വേരി ചെയ്ത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ വോൾട്ടേജ് അറ്റൈൻ ചെയ്യാൻ പറ്റും, അല്ലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് കൺവെൻഷണൽ AC സിസ്റ്റത്തിൽ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഇൻവോൾവിങ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചസ്. ടാപ്പ് വേരി ചെയ്യുന്നതനുസരിച്ച് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ വോൾട്ടേജ് റെഗുലേഷനോടൊപ്പം തന്നെ ഈ ടാപ്പ് ചേഞ്ചസിന് ട്രാൻസ്മിഷൻ ലൈനിലെ റിയാക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം റിയാക്റ്റീവ് പവർ കുറഞ്ഞു പോയാൽ എന്തോ ട്രാൻസ്മിഷൻ ലൈനിൽ വോൾട്ടേജ് സാഗ് ഉണ്ടാവും. റിയാക്റ്റീവ്
പവർ കൂടിപ്പോയാൽ ഓവർ വോൾട്ടേജ് ആവും. അപ്പോൾ റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യുന്ന വഴി അല്ലെങ്കിൽ വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി ആൻഡ് വൈസ് വെർസ. Angle regulator. So it is also known as phase shifting transformer അല്ലെങ്കിൽ phase shifter എന്ന് പറയും, quadrature booster or phase angle regulating transformer. So ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ട്രാൻസ്ഫോമർ ആണ്. എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് കൺട്രോൾസ് റിയൽ പവർ ഫ്ലോ ഓൺ 3-phase ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഫേസ് ആംഗിൾ റെഗുലേറ്റർ വഴി നമുക്ക് റിയൽ പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും 3-phase ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ. കാരണം പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം V1 V2 sin delta by x ആണ്. സോ ഡെൽറ്റാനെ കൺട്രോൾ ചെയ്യുന്ന വഴി we can control the real power flow. ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുന്ന കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ പവർ ഒരു പാരലൽ പാത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ പാരലൽ പാത്തിന് ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ ലെങ്ത് ആണെങ്കിൽ ആ കേസിൽ നമുക്ക് ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഉപയോഗിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പവർ ഫ്ലോസ് ബിറ്റ്വീൻ 2 ബസ്സസ്. അപ്പോൾ ആ ബസ്സസിന് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ്, അതായത് Δ1 മൈനസ് Δ2 എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ആണെങ്കിൽ പവർ എഫിഷ്യൻ്റ് ആയിട്ട് ഫ്ലോ ചെയ്തില്ല, ഡിസൈഡ് പവർ ഫ്ലോ ഒബ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലും നമ്മൾ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഓവർ ലോഡ്സിന് റിലീവ് ചെയ്യാൻ വേണ്ടി ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കും. സോ ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യം തന്നെയാണ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ. ഇത് 2 ട്രാൻസ്മിഷൻ ലൈൻസ് പാരലൽ പാത്ത് ഉണ്ട്. ഇപ്പോൾ 2 സിങ്ക്രോണസ് മെഷീൻ. ഇപ്പോൾ ഇവിടെയാണ് വോൾട്ടേജ് ലെവൽ കൂടുതലെങ്കിൽ പവർ ഫ്ലോ ചെയ്യും. സോ നമുക്ക് കൺട്രോൾഡ് പവർ ഫ്ലോ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വേരിയബിൾ ഇംപിഡൻസ് ഒരു റെഗുലേറ്റർ വെക്കുക. അപ്പം ഇവിടുത്തെ പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അതർ പാത്തിലെ പവർ ഫ്ലോനെയും കൺട്രോൾ ചെയ്യും. ഇനി ഇവിടെ ഒരു ഇംപിഡൻസ് റെഗുലേറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആണ് വെച്ചത്. സോ ഫേസ് ആംഗിൾ വേരിയബിൾ ഫേസ് ആംഗിളാണ്. സോ അപ്പം അതിനെ കൺട്രോൾ ചെയ്യുമ്പം ഈ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടിയുള്ള പവർ ഫ്ലോനെ ഡിസൈഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ പാരലൽ പാത്തിലുള്ള പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യും. ഇനി ഫേസ് ആംഗിൾ റെഗുലേറ്റർ, അതായത് ഒരു വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫേസ് ആംഗിൾ, വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാനും ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഫേസ് അല്ലെങ്കിൽ ഒരു ക്വാഡ്രേച്ചർ കമ്പോണൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജിനെ ആഡ് ചെയ്യുവാണ്. അപ്പം നമുക്കിവിടെ 3 ഫേസ് ഉണ്ട്. നോക്കിക്കേ, ഇതാണ് VA. സോ അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഒരു ΔVA ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇനി ഇവിടെ നോക്കിക്കോ, ഒരു ടാപ്പ് VC എന്ന് പറയുന്നത് ഇതാണ്. സോ അതിന് കൊടുക്കുന്ന ടാപ്പിംഗ് എങ്ങനെ? VC പ്ലസ് ഓർ മൈനസ് ΔVC ഒരു വോൾട്ടേജിനെ ഇഞ്ചെക്ട് ചെയ്യുവാണ്. ഇനി ഇത് VBയുടെ ആണ്. സോ ഇവിടെ ഇഞ്ചെക്ട് ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് ΔVB ആണ്. അപ്പോൾ ഒരു ഫേസ് ആംഗിൾ റെഗുലേറ്റർ വെക്കുമ്പം നമ്മുടെ ഇനീഷ്യൽ വോൾട്ടേജ് VA ആയിരുന്നു. VAയുടെ കൂടെ ΔVA ഒന്നെങ്കിൽ ആഡ് ആകും അല്ലെങ്കിൽ സബ്ട്രാക്ട് ആകും. അപ്പം VA പ്ലസ് ഓർ മൈനസ് ΔVA നാം വോൾട്ടേജ് എഫക്റ്റീവ് വോൾട്ടേജ്. സോ അന്നേരം അതിൻ്റെ ഫേസ് ആംഗിൾ സിഗ്മ ഡിസ്പ്ലേസ് ടൗ ആണ് ചെയ്യുന്നത്. അതേപോലെ VC പ്ലസ് ഓർ മൈനസ് ΔVC, ഇപ്പോൾ സിഗ്മ ആംഗിളാണ് ഡിസ്പ്ലേസ് ടൗ. VB പ്ലസ് ഓർ മൈനസ് ΔVB റിസൾട്ട് ചെയ്യും. ഇപ്പോൾ സിഗ്മയാണ് ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്, ഫേസ് ആംഗിളിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻജെക്റ്റഡ് വോൾട്ടേജിന് സിസ്റ്റം വോൾട്ടേജിനോടനുബന്ധിച്ച് പ്ലസ് ഓർ മൈനസ് 90 ഡിഗ്രി ഫേസ് ഉണ്ടാവണം. സ്മോളർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കേസിൽ റിസൾട്ടന്റ് ആംഗുലർ ചേഞ്ച് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ഇൻജെക്റ്റഡ് വോൾട്ടേജിന് പ്രൊപ്പോർഷൻ ആണ്. പക്ഷെ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇറ്റ് ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് വൈൽ ദ ആംഗുലർ ചേഞ്ച് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഇൻജെക്റ്റഡ് വോൾട്ടേജ്. അതായത് ΔV ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗുലർ ചേഞ്ച് വളരെ കുറവാണെങ്കിലും മാഗ്നിറ്റ്യൂഡിന് അവന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു സം ആംഗുലർ ചേഞ്ച് ഒക്കേഴ്സ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഒക്കെ വരും. ലാർജർ ആംഗുലർ അഡ്ജസ്റ്റ്മെന്റ് കേസിൽ സിസ്റ്റം വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും കൂടും. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് എന്ത് പറയുന്നത്? ക്വാഡ്രേച്ചർ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ. ആൻഡ് ദിസ് is used in phase shifting ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്വാഡ്രേച്ചർ ബൂസ്റ്റ് ട്രാൻസ്ഫോമർ. അവിടെ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യും, അതേപോലെ ആംഗുലർ അഡ്ജസ്റ്റ്മെന്റും ലാർജ് ആയിരിക്കും. ഫേസ് ആംഗിൾ റെഗുലേഷൻ വഴി നമുക്ക് ട്രാൻസ്മിഷൻ ആംഗിൾ ഡെൽറ്റാനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ പവറിനെ ഡിസൈഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. What is the basic concept of voltage and phase angle regulator? How they differ in function?
Any queries, mail to alpha@gmail.com. Thank you.